ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് എന്നുള്ളതാണ്. അവർ ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ച് പോയ പേഴ്സൺ ആയിരിക്കും. നമുക്ക് നോക്കാം റിലേഷൻഷിപ്പിന്റെ എനർജി ഏത് രീതിയിലാണ് എന്നുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയും കാര്യങ്ങളും നോക്കാം. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സണെ നിങ്ങളുടെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജിയും ഈ ഒരു റീഡിങ്ങുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന രീതിയിൽ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. നെഗറ്റിവിറ്റി കാര്യങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങൾ ഈ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ഒരു റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നെഗറ്റിവിറ്റി കാര്യങ്ങളൊന്നും മൈൻഡിൽ വെക്കാതെ മാക്സിമം നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നൈറ്റ് ഓഫ് കപ്സ്, Page of Cups, Ten of Wands, Ace of Swords, Hermit energy, Nine of Wands, Temperance, Three of Swords, Eight of Wands, Six of Swords, the Tower energy, Five of Wands, Eight of Pentacles, Five of Pentacles, Seven of Pentacles, Nine of Swords, the Lovers, High Priestess ആണ്. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് എംപ്രസ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കറണ്ട് എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മനസ്സിന് നല്ല രീതിക്ക് മുറിവേൽപ്പിച്ചിട്ട് പോയിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ മുറിവേൽപ്പിച്ചിട്ട് പോവുക എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ അത്രയും ഭയങ്കര സ്ട്രോങ് ആയിട്ട് ചീറ്റ് ചെയ്തൊരു പേഴ്സൺ ആവാനുള്ള സാധ്യത ഇവിടെ കാണിക്കുന്നുണ്ട്. ചീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ പല പല സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ വ്യക്തി സാന്നിധ്യത്തിന്റെ ഭാഗമായിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർ എന്തെങ്കിലും സ്വാർത്ഥമായ മനോഭാവത്തോടു കൂടി മെറ്റീരിയലിസ്റ്റിക് ആയ കാര്യങ്ങളിലേക്ക് ഒരു താല്പര്യം വന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളെ ഭയങ്കരമായിട്ട് ചീറ്റ് ചെയ്ത് നിങ്ങളെ ഭയങ്കരമായി വേദനിപ്പിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാല്യൂ നൽകാതെ മാറിപ്പോയിരിക്കുന്നവരാണ്. ഇവിടെ അങ്ങനെ എടുത്തു പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സമയത്ത് ഈ ഒരു വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ചപ്പോൾ എന്താണോ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണോ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സ്ട്രഗിൾ ചെയ്ത് വന്നത്, അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ കടന്നു പോകുന്നത്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയിരിക്കുന്ന വ്യക്തി ഒരു സാഹചര്യം കൊണ്ടിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നവരല്ല. ഭയങ്കരമായിട്ട് നിങ്ങൾക്കൊരു വേദന തന്ന് വളരെയധികം സ്ട്രോങ് ആയിട്ട് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയിരിക്കുന്നവരാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു കർമ്മ എഫക്റ്റ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇവരുടെ ലൈഫിൽ ഇവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന എംപ്രസ് എനർജിയാണ്. യൂണിവേഴ്സൽ മദർ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരിക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വേദന ഈ ഒരു പ്രപഞ്ച ശക്തി ഏറ്റെടുത്തിരിക്കുന്ന ഒരു സമയമാണ്. കാരണം നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ സ്നേഹിച്ച ആ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ഒരു അലഞ്ഞു നടക്കുന്ന സ്റ്റേജിലാണ്. അല്ലെങ്കിൽ അവർക്ക് ചുറ്റിനും ആരും ഇല്ല, അല്ലെങ്കിൽ
ആരുമില്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവരുടെ ഫാമിലി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അതൊന്നും അനുഭവയോഗ്യമാകുന്നില്ല. എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അതൊന്നും അവർക്കൊരു ഹാപ്പിനെസ് നൽകാത്ത സിറ്റുവേഷൻ. മാത്രവുമല്ല ഈ ഒരു സമയം ഇവര് നിങ്ങളെ ഭയങ്കരമായിട്ട് ഓർക്കുന്നുണ്ട്. നിങ്ങളുടെ ഓർമ്മകളില് ഭയങ്കരമായിട്ടുള്ള വേദന അനുഭവിക്കുന്നുണ്ട്. ഹൃദയം പൊട്ടിക്കരയുന്ന രീതിയിൽ തന്നെ നിങ്ങളെക്കുറിച്ച് ഓർത്ത് ആ ഒരു കുറ്റബോധം ആണെന്നുണ്ടെങ്കിലും നീതിപൂർവം പ്രവർത്തിക്കാതിരുന്നതിലും ഒക്കെ സ്വയം വേദനകളിലൂടെ കടന്നു പോകുന്നവരാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിനെ ഏൽപ്പിച്ച മുറിവ് ഇവർക്ക് ഒരു കർമ്മയായിട്ട് തന്നെ നല്ല രീതിക്ക് ആഞ്ഞടിക്കാനായിട്ട് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അപ്പൊ നിങ്ങൾക്ക് എത്ര പേർക്കായിരിക്കും റീഡിംഗ് റെസനേറ്റ് ആവുക എന്നുള്ളത് അറിയില്ല. അത്രയും ഭയങ്കരമായിട്ട് നിങ്ങളെ വേദനിപ്പിച്ച് പോയൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്തും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ അത്രയും ആത്മാർത്ഥപരമായിട്ട് ഈ ഒരു ബന്ധത്തിൽ നിന്നിട്ട് അവർ ആ ഒരു രീതിയിൽ നിങ്ങളുടെ ഒരു സ്നേഹത്തിന് ഒരു വാല്യൂം നൽകാതെ ഒക്കെ ചതിച്ചവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന പേഴ്സൺ എന്തായാലും നിങ്ങളുടെ സാമീപ്യത്തിനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. മാത്രവുമല്ല ഇതുവരെ അവർ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ഒന്നും ചെയ്യാത്ത വ്യക്തികളായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു കെട്ടൊക്കെ പൊട്ടിച്ച് വരണം എന്നുള്ള ആഗ്രഹം വന്നിട്ടുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ മിസ്സിംഗ് എനർജിയാണ്, നിങ്ങളെക്കുറിച്ച് നിരന്തരമായിട്ട് ഓർക്കുന്നതായിട്ട് കാണുന്നുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറഞ്ഞു വരാം. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവര് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ സ്വയം വേദനിക്കുമ്പോൾ നിങ്ങൾ അനുഭവിച്ച ആ ഒരു വേദനയാണ് ഇവരിലേക്ക് ഒരു റിഫ്ലക്ഷൻ ആയിട്ട് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഒന്ന് നിങ്ങളെ കാണണമെന്നുള്ള ആഗ്രഹം, നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുക ആ ഒരു രീതി മാത്രമല്ല, നിങ്ങളെ നേരിട്ട് കാണുക, നിങ്ങളിലേക്ക് ഒരു ക്ഷമാപണം, ഒരു forgiveness നടത്തുക, അത് മാത്രവുമല്ല നിങ്ങളെ പ്രപ്പോസ് ചെയ്യുക എന്നുള്ളതും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു പ്രപ്പോസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ ഒരു വ്യക്തിയുടെ എനർജി പറയുകയാണെങ്കിൽ ഇവർ കുറച്ചധികം ഈഗോ മാത്രമല്ല ഭയങ്കര ജലസ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാവാൻ സാധ്യതയുണ്ട്. സ്നേഹമൊക്കെ ഇവർക്ക് നൽകാനായിട്ട് അറിയാവുന്ന ഒരു പേഴ്സൺ തന്നെ ആയിരിക്കും. പക്ഷെ സ്വാർത്ഥമായ താല്പര്യങ്ങളാണ് ഇവർക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരെക്കാൾ കൂടുതലായിട്ട് ഇവര് മറ്റാരും ഒരു ഉയർച്ചകളിലേക്ക് എത്തരുതെന്നോ അങ്ങനെ ഭയങ്കരമായ ഒരു ജലസ് ഒക്കെ വെച്ചിട്ട് മുന്നോട്ടേക്ക് ജീവിക്കുന്ന ഒരു പേഴ്സൺ ആണ്. അങ്ങനത്തെയൊക്കെ ഒരു രീതികളാണ്. ഇപ്പോഴാണെങ്കിലും ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ബുദ്ധിപൂർവ്വം അവർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ബുദ്ധിപൂർവ്വം എന്ന് പറയുമ്പോൾ അവർക്ക് എന്തായാലും നിങ്ങളെ വേണം. പക്ഷെ നിങ്ങളിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അവരുടെ ഈഗോ അവരിങ്ങനെ ബാക്കിലേക്ക് വലിക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും ആ ഒരു സാഹചര്യങ്ങളൊക്കെ ഇപ്പൊ അവർക്ക് അനുകൂലമല്ലാത്തത് കൊണ്ട് തന്നെ ഉള്ളില് വളരെയധികം ഒരു ഭയവും കാര്യങ്ങളും ആ ഒരു പാസ്റ്റിലെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഉണ്ടെങ്കിൽ പോലും വരുന്നത് വരട്ടെ എന്നുള്ളൊരു മെന്റാലിറ്റിയിലേക്കൊക്കെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇവര് കുറച്ചധികം പാനിക് ആണ്. വല്ലാത്തൊരു ഭയം ഇവരെ കീഴ്പ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു പേഴ്സണ് കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നഷ്ടപ്പെട്ടിട്ടുമുണ്ട്. അപ്പൊ നിങ്ങളെ വീണ്ടും പ്രപ്പോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കോണ്ടാക്ട് ചെയ്ത് വരുന്ന കാര്യമാണെങ്കിൽ പോലും ഇവരുടെ കോൺഫിഡൻസ് ഒക്കെ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത്രയും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലും കേൾക്കാതെയൊക്കെ നിങ്ങൾ അവഗണിച്ച ഒരു പേഴ്സൺ തന്നെയാണത്. അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ആയിരിക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ ഇവർക്ക് ഭയങ്കരമായ ഒരു ദേഷ്യം, സ്വയമേ തന്നെ വല്ലാത്തൊരു ദേഷ്യമാണ് തോന്നിക്കൊണ്ടിരിക്കുന്നത്. തന്നോട് തന്നെ ദേഷ്യം തോന്നുന്ന ഒരു അവസ്ഥ. കാരണം സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രത്തോളം പ്രശ്നങ്ങളിലേക്കൊക്കെ പോയത് കൊണ്ട് തന്നെ അവർക്കൊരു ഗിൽറ്റ് ഫീൽ ഒക്കെ ഇവിടെ തോന്നുന്നുണ്ട്. സ്വയം തന്നെ ഒരു ഷെയിം തോന്നുന്നു. തന്നോട് തന്നെ ഒരു വെറുപ്പ് തോന്നുക അല്ലെങ്കിൽ തന്നോട് തന്നെ ഒരു പുച്ഛം തോന്നുന്ന സ്റ്റേജ് ആണ്. ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടെങ്കിൽ പോലും ഇവർ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളെ ഒന്ന് കണക്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. വളരെയധികം വേദനകളിലൂടെ കടന്നു പോകുന്നുണ്ട്, ഒറ്റപ്പെടലുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതോടൊപ്പം നിങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്നൊരു ചിന്തയൊക്കെ ആഴത്തിൽ ഇവരെ കൊണ്ട് ചിന്തിപ്പിക്കുന്നുണ്ട്. വേദനിപ്പിക്കുക മാത്രമല്ല ചിന്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു വിഷമകരമായ സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരിപ്പോ ഫേസ് ചെയ്യുന്ന ഈ ഒരു സ്റ്റേജ് ഇവിടെ നമുക്ക് കർമ്മയാ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കണ്ണുനീര് അത്രത്തോളം കണ്ട് അല്ലെങ്കിൽ അത് കണ്ട് ചിലവര് സന്തോഷിച്ചിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ സന്തോഷിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവരത് മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങളുടെ വേദന അവർക്ക് ഒന്നുമല്ല എന്നുള്ള രീതിക്കൊക്കെ പോയവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ അനുഭവിച്ചതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു വേദന ഈ ഒരു വ്യക്തി അനുഭവിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് എടുത്തു പറയുകയാണെങ്കിൽ ഇവിടെ കൂടുതലായിട്ടും വന്നിരിക്കുന്നത് ഇവർക്കൊരു ഫിനാൻഷ്യലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സമ്പത്തിന്റെ പേരിലൊക്കെയാണ് നിങ്ങൾ അവഗണിച്ചത് എന്നുണ്ടെങ്കിൽ, സാമ്പത്തികപരമായ കാര്യങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട് നിങ്ങൾ അവഗണിച്ചത് എന്നുണ്ടെങ്കിൽ ഇവർക്കൊരു സാമ്പത്തിക നഷ്ടം, അതുപോലെ ഇവർക്ക് ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഹെൽത്ത് വൈസ് ഒക്കെ ഭയങ്കരമായിട്ട് ഒരു പ്രശ്നങ്ങളിലൂടെ സ്ട്രഗിൾ ചെയ്ത് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഭയങ്കരമായിട്ട് വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ഡിപ്രസ്ഡ് അവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ മൊത്തത്തിൽ നിൽക്കുന്നത്. ഓവർ തിങ്കിങ് ആണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം. ആ ഒരു ഓവർ തിങ്കിങ് ആവശ്യമുള്ള കാര്യത്തിലും ഇല്ലാത്ത കാര്യത്തിലൊക്കെ ഇവർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പൊ അവർക്ക് ഈ ഒരു സിറ്റുവേഷൻ മുഖേന അവർ ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം അവരുടെ ലൈഫിൽ അവർക്കൊരു പ്രകാശം ഇനി വേണമെന്നുണ്ടെങ്കിൽ
അത് നിങ്ങളിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നൊരു തിരിച്ചറിവും അവരിൽ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു തിരിച്ചറിവ് അവരിൽ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളെ connect ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഇവരുടെ ഉള്ളിൽ ഉദിച്ചു തുടങ്ങിയിരിക്കുന്നത്. അതും വളരെ fast ആയിട്ട് തന്നെ നിങ്ങളെ ഒന്ന് connect ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിനു വേണ്ടിയിട്ട് ഇവർ ബുദ്ധിപൂർവ്വം ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നുണ്ട്. മൊത്തത്തിൽ ഇവർക്ക് ഒന്നിലേക്കും focus ചെയ്യാനോ കാര്യങ്ങൾക്കോ ഒന്നും സാധിക്കുന്നില്ല. അപ്പൊ അവരുടെ ജോലി ആയിക്കൊള്ളട്ടെ, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ആയിക്കൊള്ളട്ടെ, അവരുടെ ദൈനംദിന കാര്യങ്ങളിലേക്ക് ഒന്നും അവർക്ക് focus ചെയ്യാൻ പറ്റുന്നില്ല. മൊത്തത്തിൽ confusion stage ആണ്. അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിലാണ് ഇവര് മൊത്തത്തിൽ ഇവിടെ നിൽക്കുന്നതായിട്ട് കാണുന്നത്. ജീവിതത്തിനെ balance ചെയ്യാനായിട്ട് വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ ഒരുപാട് നാശനഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ health wise ആയിക്കൊള്ളട്ടെ, അവരുടെ life ൽ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് നഷ്ടങ്ങൾ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്ന സാഹചര്യമാണ്. അപ്പൊ അതൊക്കെ വീണ്ടും ഒന്ന് build ചെയ്തെടുക്കാനായിട്ട് maximum effort എടുക്കുന്നുണ്ടെങ്കിൽ പോലും വളർന്നു വരും, അല്ലെങ്കിൽ അവർ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അത് മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ കൊണ്ടുവരുമ്പോൾ വീണ്ടും repeat ചെയ്താണ് അവരിലേക്ക് പ്രശ്നങ്ങൾ വരുന്നത്. അതുപോലെ ഈ ഒരു വ്യക്തി ആരെയൊക്കെ വിശ്വസിച്ചാണോ ഇവരുടെ കൂടെ ചേർത്ത് നിർത്തിയിരുന്നത്, ചിലപ്പോൾ നിങ്ങളെ മാറ്റി മറ്റാരെങ്കിലുമൊക്കെ ഇവരോട് ചേർത്ത് നിർത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ അവരിൽ നിന്നൊക്കെ ഇവിടെ ഒരു cheating, ഒരു ചതി ഇവർക്ക് നേരിട്ടിട്ടുണ്ട്. കൂടെ വിശ്വസിച്ച് നിർത്തിയ വ്യക്തികളൊക്കെ fake ആയിരുന്നു എന്നുള്ള തിരിച്ചറിവ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു സാഹചര്യങ്ങൾ വന്നിരിക്കുന്നത് കൊണ്ടിട്ടും കൂടിയാണ് ഇവരും കുറച്ചധികം തന്നെ universe നോട് ഇപ്പൊ അടുത്ത് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം അവർക്ക് വേറെ ഒരു option ഇല്ല എന്നുള്ള രീതിക്കാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഒരു trust കാര്യങ്ങളൊക്കെ അധികം ഇല്ലാതിരുന്ന ഒരു person ആണ് നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ, trust എന്ന് പറയുമ്പോൾ ആ ഒരു ഈശ്വര വിശ്വാസവും കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് ഇല്ലാതിരുന്ന ഒരു person ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവർക്ക് ആ ഒരു trust ഒക്കെ വന്നിട്ടുണ്ട്. ഇവർക്ക് അത് മാത്രമല്ല, നിങ്ങളിലേക്ക് വളരെയധികം ഒരു പ്രണയവും സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് ഒരു കർമ്മ ഈ ഒരു ബന്ധത്തിൽ പ്രവർത്തിക്കേണ്ടതായിട്ട് വന്നു. അപ്പൊ നിങ്ങൾ അത്രത്തോളം വേദനകളിലൂടെ കടന്നുപോയ ഒരു person ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനോവേദന ഇവിടെ യൂണിവേഴ്സ് ഏറ്റെടുത്തിരിക്കുന്നതായിട്ട് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഈ ഒരു വ്യക്തി ഇപ്പോ ഒറ്റപ്പെടലുകളിലൂടെ പോകുന്നുണ്ട്. മാത്രമല്ല അവർ ചെയ്തു കൂട്ടിയ തെറ്റുകൾ, നിങ്ങളോട് ചെയ്ത ചതികൾ, നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങൾ, അതെല്ലാം ഇവർ ഓരോന്നായിട്ട് ഇങ്ങനെ ഓർത്തെടുത്ത് ഇപ്പൊ നിങ്ങളെ connect ചെയ്തിട്ടില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് അവർ നിങ്ങളിലേക്ക് ആ ഒരു forgiveness ഇവിടെ നടത്തുന്നുണ്ട്, ക്ഷമാപണം നടത്തുന്നുണ്ട്. കാരണം അവരുടെ ജീവിതത്തിൽ അവർക്ക് സ്വയമേ ഒരു നീതി ലഭിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു നീതിയുടെ ഉറവിടം എന്ന് പറയുന്നത് നിങ്ങളാണ് എന്നുള്ളത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ പ്രശ്നങ്ങൾ വന്നിരുന്ന സാഹചര്യത്തിൽ വെറുതെ നിങ്ങളെ ഓർക്കുക എന്നുള്ളത് മാത്രമല്ല, അവർക്ക് ഈ ഒരു പ്രശ്നങ്ങൾ വരാനുള്ള കാരണം നിങ്ങളുടെ കണ്ണുനീരാണ് എന്നുള്ളത് തിരിച്ചറിയുകയും കൂടി ഇവർ ചെയ്യുന്നുണ്ട്. ആ ഒരു തിരിച്ചറിവും കൂടെ വന്നിരിക്കുന്നതുകൊണ്ട് അവർക്ക് ആ ഒരു കാര്യങ്ങളെല്ലാം ഒന്ന് തിരുത്തണം എന്നുള്ള ആഗ്രഹം, അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടുകൾക്കും ചിന്താഗതികൾക്കും ഒക്കെ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, കുറ്റബോധം മാത്രമല്ല നഷ്ടബോധവും ഭയങ്കരമായിട്ട് അലട്ടുന്ന സ്റ്റേജ് ആണ്. ഉറക്കം പോലും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഇവരുടെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഇവർ ഇമോഷൻസ് ഒന്നും എല്ലാവരിലേക്കും പ്രകടിപ്പിക്കുന്ന ഒരു രീതിയുള്ള വ്യക്തിയല്ല. അപ്പൊ അവരുടെ family members ആയിക്കൊള്ളട്ടെ, അവരുടെ friends ആയിക്കൊള്ളട്ടെ, ആരോടും ഇവർ ഒരു limit ൽ കൂടുതൽ അവർ തളർന്നു പോകുന്നു അല്ലെങ്കിൽ അവർ തകർന്നു പോയിരിക്കുന്ന stage ആണ്, ഇതൊന്നും പ്രകടിപ്പിക്കില്ല. അത്രത്തോളം ഒരു jealous ego ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് ആദ്യമേ ഞാൻ പറഞ്ഞു. അപ്പൊ അവർ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സാഹചര്യത്തിലാണ് അവരുടെ emotions ഒക്കെ അവർ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും ഏതൊരു വ്യക്തിയും ഒറ്റയ്ക്ക് ഇരിക്കുന്നത് night, രാത്രി സമയങ്ങളിലായിരിക്കും. അപ്പൊ സ്വന്തം ജീവിതത്തിൽ ഒരു സമാധാനത്തിന് വേണ്ടി അലയുന്ന ഒരു person നെ നമുക്ക് വ്യക്തമായിട്ട് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു spread ൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ person ന്റെ energy ൽ ഒരു രീതിയിൽ ഒരു happiness ൽ നിൽക്കുന്ന stage അല്ല നമുക്ക് കിട്ടുന്നത്. struggle ചെയ്യുന്ന stage തന്നെയാണ്. ആകപ്പാടെ ഇവിടെ ഒരു happiness എന്ന് പറയുമ്പോൾ അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ തന്നെയാണ്. അപ്പൊ ഇവരുടെ ഒരു അവസ്ഥ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം വേദനകളിലൂടെ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു struggling situation ലൂടെ പോകുന്നവർ തന്നെയാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിനൊക്കെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് എന്ത് effort എടുക്കാനും തയ്യാറെടുത്ത് നിൽക്കുന്നവരും കൂടിയാണ് ഇവര്. അപ്പൊ നിങ്ങളുടെ relationship ലുള്ള ഈ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു മറ അത് ഇവരായിട്ട് തന്നെയാണ് create ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു മറയെല്ലാം പൂർണ്ണമായിട്ടും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്തുക. വളരെ curious ആണ് ഇവര്. കാരണം നിങ്ങളിലേക്ക് വരുമ്പോ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ curious ആണ്. അതോടൊപ്പം tension ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു അവർ ഭയങ്കരമായിട്ട് panic ആണ്, confusion ആണ്, എല്ലാം പറഞ്ഞായിരുന്നു. പക്ഷെ എങ്കിലും ഒരു ആകാംക്ഷ ഇവരുടെ ഉള്ളിൽ ഉള്ളതായിട്ട് ഇവിടെ കാണാം. എങ്ങനെയായിരിക്കും നിങ്ങൾ അവരോട് പ്രതികരിക്കാൻ പോകുന്നത് എന്നുള്ളത്. എന്തും വരട്ടെ എന്നുള്ളൊരു mentality ൽ തന്നെ അവർ ആ ഒരു പ്രകാശം തേടിയുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട് മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന stage ആണ്.
ഇവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ എനർജി എന്തായാലും കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ സ്ട്രോങ് ആണ്. അപ്പൊ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു രീതിയിൽ വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്കായിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്ന ഗൈഡൻസ്, ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ എന്തായാലും റിലേഷൻഷിപ്പിൽ നടത്തേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന വേദനകൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ഒരു തുറന്ന സംസാരം ഇവരുമായിട്ട് നടത്തുക. ഒരു ക്ലാരിറ്റി കിട്ടിയതിന് ശേഷം നിങ്ങൾ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിലേക്ക് പോവുക. കാരണം ഈ ഒരു പേഴ്സൺ എന്തായാലും നിങ്ങളെ കണക്ട് ചെയ്യും, പ്രപ്പോസ് ചെയ്യാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ന്യൂ ബിഗിനിങ് വരാനുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട്. ഇവിടെ ലവേഴ്സ് എനർജി എന്ന് പറയുമ്പോൾ നഷ്ടപ്പെട്ടു പോയ ആ ഒരു ബോണ്ടിങ് ഒക്കെ വീണ്ടെടുക്കണം എന്നുള്ള ചിന്താഗതിയോടുകൂടി നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ്. അതുപോലെ ഇവർക്ക് കുറ്റബോധം തോന്നുന്നുണ്ട്, വല്ലാത്തൊരു വേദന തോന്നുന്നുണ്ട്, അതോടൊപ്പം പേടിയും തോന്നുന്നുണ്ട്. ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ ഒക്കെ ആയിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നിരുന്നത് എന്നുണ്ടെങ്കിൽ, റെസ്പോൺസിബിൾ പേഴ്സൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കമ്മിറ്റ്മെന്റിൽ നിന്ന വ്യക്തികളൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ, ആ ഒരു റെസ്പോൺസിബിലിറ്റി ഇവര് പാലിക്കാതെ നിങ്ങളെ വേദനിപ്പിച്ചവരാണെങ്കിൽ കൂടുതലായിട്ടായിരിക്കും ഇവർക്ക് എഫേർട്ട്, ആ ഒരു എന്താ പറയാ പെയിൻ ആഞ്ഞടിക്കുക. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ മറ്റൊരു സാഹചര്യങ്ങളോ മറ്റോ ഇല്ലാതെ നിങ്ങൾ ഒറ്റപ്പെട്ട് ഒരുപാട് വേദനകളിലൂടെ സ്ട്രഗിൾ ചെയ്ത് ഒരു പക്ഷേ നിങ്ങളിപ്പോ നിങ്ങളുടേതായ ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം. ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും വേദനകളിൽ നിൽക്കുന്നവരായിരിക്കാം. ചിലവര് ബോൾഡ് ആയിരിക്കും, ചിലവർ അത്രത്തോളം ബോൾഡ് ആവണമെന്നില്ല. അത് ഓരോരുത്തരുടെ മെന്റൽ സ്റ്റെബിലിറ്റി അനുസരിച്ചിരിക്കും. പക്ഷെ എങ്ങനെയാണെങ്കിലും അനുഭവിച്ച വേദനകളെല്ലാം ഒരുപോലെ തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ ആ ഒരു കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും വേദനിക്കുന്ന ഒരു പേഴ്സൺ ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടും അതിനൊരു വാല്യൂ നൽകാതെ പോയ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ കണ്ണുനീരിനുള്ള ആ ഒരു കർമ്മ വലിയൊരു മുറിവായിട്ട്, അല്ലെങ്കിൽ വലിയൊരു തിരിച്ചടിയായിട്ട് യൂണിവേഴ്സിൽ നിന്നും ഇപ്പോൾ ഏറ്റെടുത്ത്, അല്ലെങ്കിൽ അവർ ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം. കാരണം അവരായിട്ട് പോയി ചോദിച്ചു വാങ്ങിച്ചതാണ്. അല്ലെങ്കിൽ അവരെന്താണോ നിങ്ങളിലേക്ക് തന്നത്, യൂണിവേഴ്സ് അത് വളരെയധികം പലിശയോട് കൂടി അവരിലേക്ക് കൊടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻസിനെ ഒക്കെ ഒന്ന് മാറ്റി സമാധാനപരമായ രീതിയിലേക്ക് റിലേഷൻഷിപ്പിനെ കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ആ ഒരു ഏറ്റവും കൂടുതലായിട്ടുള്ള ചിന്ത, അത് നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ വ്യക്തി തന്നെയാണ് ഇപ്പൊ ഏറ്റെടുത്തിരിക്കുന്നത്. ഇതൊരു വിധിയാണ്, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഇത് ഇങ്ങനെയൊക്കെ ആയി പോയി, ഇനിയിപ്പോ ഞാനൊന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിക്ക് ഇവര് പിന്മാറുന്നില്ല. അതിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം അവർക്ക് കുറച്ച് നല്ല രീതിക്ക് ചിന്തിക്കാനുള്ള ഒരു കഴിവുള്ള വ്യക്തികളാണ്. ഇവര് ഭയങ്കരമായിട്ട് തലപുകഞ്ഞ് ചിന്തിച്ച് എല്ലാം അവിടുന്ന് ഇവിടുന്നൊക്കെ കണ്ടെത്തി അങ്ങനെ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. നല്ല ബ്രില്യന്റ് ആവാനുള്ള ഒരു സാധ്യത കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, ബ്രില്യൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര ക്വാളിഫിക്കേഷൻ എന്നുള്ള രീതിക്ക് മാത്രമല്ല, കാര്യങ്ങളെ ചിന്തിച്ച് ചെയ്യാനുള്ള ഒരു കഴിവൊക്കെ കുറച്ച് കൂടുതലാണ്. ബുദ്ധി തല കൊണ്ട് പ്രവർത്തിക്കുന്ന രീതിയാണ്. ഹൃദയത്തിനേക്കാൾ കൂടുതൽ ഈ ഒരു പേഴ്സൺ തല കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊരു വിധിയാണ് എന്നുള്ള രീതിക്ക് പിന്മാറാൻ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ തയ്യാറാകുന്നില്ല. അവര് ബുദ്ധിപൂർവ്വം ഈ ഒരു സിറ്റുവേഷനെയൊക്കെ മാറ്റാനും, അതുപോലെ അവരുടെ ലൈഫിൽ നീതിപൂർവ്വം ഇനി മുന്നോട്ടേക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നീതി നൽകിക്കൊണ്ട് തന്നെ ആകണം എന്നുള്ള തിരിച്ചറിവോട് കൂടി അത് വിധിയാണ് എന്നുള്ള രീതിക്ക് എടുക്കാതെ, ഒരു സമയം നിങ്ങളുടെ ലൈഫിലേക്ക് എത്രത്തോളം പാഷനേറ്റ് ആയിട്ടാണോ ഈ ഒരു വ്യക്തി കടന്നു വന്നത്, അതുപോലെ തന്നെ ആത്മാർത്ഥമായ ഒരു മനസ്സോട് കൂടി തന്നെ കടന്നു വരാനും തീരുമാനം എടുക്കുന്നുണ്ട്. അപ്പൊ ഇവർക്ക് സ്വാർത്ഥത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന പ്രശ്നങ്ങളിലൂടെ എന്തായാലും തിരിച്ചറിവുകളൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു പച്ചയായ രീതിയിലൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആകെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈഗോ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടിട്ട് തന്നെ എങ്ങനെ നിങ്ങളിലേക്ക് എത്തും, അല്ലെങ്കിൽ ഇവരെ ഒന്നും അല്ലാതെ ആയി പോകുന്ന ഒരു ചിന്തയാണ്. പക്ഷെ എങ്കിലും അതൊക്കെ മാറ്റി വെക്കാൻ തയ്യാറെടുക്കുക എന്ന് പറയുമ്പോൾ അവരുടെ സാഹചര്യം അങ്ങനെ ആയിരിക്കുന്നത് കൊണ്ട് തന്നെയാണ്. വേറെ അവർക്ക് വഴിയില്ല, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പൊ ആ ഒരു പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന സാഹചര്യം ആണെങ്കിൽ പോലും എവിടെയോ ഉള്ളിന്റെ ഉള്ളില് ഒരു പക്ഷേ നിങ്ങള് അവർക്ക് കൊടുത്തിരിക്കുന്ന സ്നേഹം എന്ന് പറയുന്നത് ജെന്യുവിൻ ആണ് എന്നുള്ളത് അവർ ഇപ്പോഴെങ്കിലും തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെയായിരിക്കാം ആ ഒരു പ്രതീക്ഷയുടെ ഭാഗമായിട്ട് അവർ നിങ്ങളെ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആ ഒരു ട്രസ്റ്റിലൊക്കെ വരുന്നത്. പൂർണ്ണമായിട്ടുള്ള വിശ്വാസവും കാര്യങ്ങളും ഒന്നും കാണിക്കുന്നില്ല, ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെയെങ്കിലൊക്കെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ള ചിന്താഗതിയോട് കൂടി വളരെയധികം ആങ്സൈറ്റി ആയിട്ട് തന്നെ, അല്ലെങ്കിൽ ആ ഒരു പുതിയ ഉണർവൊക്കെ ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ആ ഒരു സന്തോഷവും സമൃദ്ധിയൊക്കെ വീണ്ടെടുക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്നത്. അതുപോലെ നിങ്ങൾക്ക് നല്ല സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുക. ഇവര് കാരണം നിങ്ങൾക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഒരുപാട് നഷ്ടങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ടേക്ക് വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു സാഹചര്യം ആയിരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് വീണ്ടെടുത്ത് തരിക. ഇനി ലൈഫ് ലോങ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതാവസാനം വരെ മുന്നോട്ടേക്കുള്ള ജേർണി, ജീവിതാവസാനം എന്ന് പറയുമ്പോൾ ലൈഫ് ലോങ് ആയിട്ട് ആ ഒരു ജേർണിയിൽ എല്ലാ രീതിക്കും സപ്പോർട്ടീവ് ആയിട്ട് തന്നെ നിൽക്കാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്.
ആ ഒരു പഴയ കാലങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ ഇവിടെ ഓർത്തെടുക്കുന്നുണ്ട്. അപ്പൊ ഇതുവരെ അവർ അങ്ങനെയൊന്നും ഓർക്കാൻ ശ്രമിക്കാതിരുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അതൊക്കെ ഓർക്കുന്നുണ്ട്. ബാലൻസ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം വരുന്നുണ്ട്. അർഹമായ രീതിയിലുള്ള സ്നേഹമൊക്കെ നിങ്ങൾക്ക് നൽകണം എന്നുള്ള ചിന്ത വരുന്നുണ്ട്. കംപ്ലീറ്റ്ലി സൈലന്റ് ആണ്. ഇവര് മൊത്തത്തിൽ ഇപ്പൊ സൈലന്റ് ആയിട്ട് നിൽക്കുന്ന സാഹചര്യമാണ്. ഭയങ്കര ആക്റ്റീവ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് മൊത്തത്തിൽ ഡൗൺ സ്റ്റേജിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു സാഹചര്യങ്ങളൊക്കെ എത്രയും വേഗം ഒന്ന് ലെറ്റ് ഗോ ചെയ്ത് തന്റെ ലൈഫിൽ തന്നെ ഒരു മാറ്റങ്ങളൊക്കെ കൊണ്ടുവരണം. കംപ്ലീറ്റ്ലി ഒരു ഐസൊലേഷൻ പീരീഡിൽ നിൽക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പൊ വളരെ ധൈര്യത്തോടു കൂടി ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും വളരെ ധൈര്യത്തോടു കൂടി നേരിടാനുള്ള ഒരു മെന്റാലിറ്റിയിലേക്ക് മനസ്സിനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പൊ അതുപോലെ അവർ വിശ്വസിച്ച വ്യക്തികളൊക്കെ അവരെ ചീറ്റ് ചെയ്തു അല്ലെങ്കിൽ അവർക്ക് തിരിച്ചടി അവിടെ നിന്നൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇനി ആ ഒരു സാഹചര്യത്തിലേക്കൊന്നും താൻ പോകില്ല എന്നുള്ള രീതിക്കൊക്കെ മനോഭാവം മാറുന്നുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കിട്ടുന്നത്. അത് മാത്രമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നമ്മൾ നോക്കിയത്. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് അവരുടെ അവസ്ഥകൾ, അവരുടെ എനർജി ലെവൽ ഒക്കെ കാണിക്കുന്നത്. മാത്രമല്ല നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണുന്നുണ്ട്. അത് ഓർക്കുക എന്ന് പറയുമ്പോൾ നീതിപൂർവ്വം നിങ്ങളോട് പ്രവർത്തിച്ചില്ലല്ലോ എന്നുള്ള രീതിക്ക് വളരെ വേദനയോടുകൂടി, അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ മനസ്സിനെ ഏൽപ്പിച്ച ആ ഒരു മുറിവ് അവർക്ക് ആ ഒരു കർമ്മയായിട്ട് തിരിച്ചടിക്കുമ്പോൾ ആ ഒരു വേദനയിൽ തന്നെ നോവുന്ന മനസ്സോടുകൂടി തന്നെ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നവരാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡ്, ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. തേർഡ് പാർട്ടി റിമൂവലിനായിട്ടും ക്ലെയിം ചെയ്യാം. അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന ഗൈഡൻസ് പോലെ നിങ്ങൾ ഒരു റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നിലനിർത്താനായിട്ട് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾ അതിനെ മാക്സിമം ഓർത്തിരുന്ന് തന്നെ ചെയ്യുക. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു റീഡിങ്ങിന് പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇന്ന് നോക്കുന്നില്ല. നിങ്ങൾ ഈ ഒരു എനർജീസും നിങ്ങളുടെ സിറ്റുവേഷനും വെച്ച് കണക്ട് ചെയ്ത് നോക്കുക. കാരണം ഓൾറെഡി നമ്മളിവിടെ കണ്ടിട്ടുണ്ട് ഒരു ചീറ്റ് ചെയ്ത, നിങ്ങളെ വേദനിപ്പിച്ച് പോയ ഒരു പേഴ്സന്റെ എനർജിയാന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അത് ചെറിയ രീതിയിലുള്ള വേദനകളോ അല്ലെങ്കിൽ സാഹചര്യം കൊണ്ട് നിങ്ങളെ മാറ്റി നിർത്തിയ വ്യക്തികളല്ല. വളരെയധികം അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികളാണ്. അറിഞ്ഞുകൊണ്ടെന്ന് പറയുമ്പോൾ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതേ വേദനിപ്പിക്കാൻ, അങ്ങനത്തെ രീതിയല്ല. മുന്നോട്ടേക്ക് പോകവേ നിങ്ങളുടെ ആ ഒരു മനസ്സിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സിനെയോ വില തരാതെ വേദനിപ്പിച്ച പേഴ്സൺ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ റീഡിംഗ്. അപ്പൊ നമുക്ക് വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.